പാകിസ്ഥാൻ ഉൾപ്പെടെ 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനൊരുങ്ങി യുഎസ് ഭരണകൂടം. സുരക്ഷ മുൻനിർത്തിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയതിനെ തുടർന്ന് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കെയാണ് യുഎസ് രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താനാണ് തീരുമാനം. അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, വടക്കൻ കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനസ്വേല, യമൻ എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളാണ് ആദ്യ ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നടപടിക്രമങ്ങൾ പൂർണ്ണമായും റദ്ദാക്കും. 43ഓളം രാജ്യങ്ങളെ 3 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ യുഎസ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിൽ ആദ്യ വിഭാഗമാണ് റെഡ് ലിസ്റ്റ് ആയി അറിയപ്പെടുന്നത്. 10 രാജ്യങ്ങളാണ് യുഎസിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ 7 രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, യമൻ, ലിബിയ, സിറിയ, സുഡാൻ, വെനസ്വേല, സൊമാലിയ, ഉത്തര കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങൾക്കാണ് യുഎസ് സർക്കാർ സമ്പൂർണ്ണ വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതിനായി യുഎസിലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി 20-ന് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ നടപടിയുടെ ഭാഗമായാണ് യുഎസ് പുതിയ യാത്രാവിലക്കുകൾ പ്രഖ്യാപിക്കുന്നത്. യാത്രാവിലക്ക് നേരിടുന്ന രണ്ടാമത്തെ വിഭാഗം രാജ്യങ്ങൾ ഓറഞ്ച് ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓറഞ്ച് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഈ രാജ്യങ്ങളിലുള്ള സമ്പന്നരായ ബിസിനസ് യാത്രക്കാർക്ക് മാത്രമായിരിക്കും ഇനി യുഎസിലേക്ക് പ്രവേശിക്കാനാവുക. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ടൂറിസ്റ്റ് വിസയിൽ പോലും അമേരിക്കയിലേക്ക് എത്താനാവില്ല. പാകിസ്ഥാൻ, റഷ്യ, സിയറ ലിയോൺ, ദക്ഷിണ സുഡാൻ, തുർക്ക്മെനിസ്ഥാൻ, ബെലാറസ്, എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളാണ് ഓറഞ്ച് ലിസ്റ്റിലുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ എന്നീ 5 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഈ രാജ്യങ്ങൾക്ക് ടൂറിസ്റ്റ്, സ്റ്റുഡന്റ് വിസകൾ, മറ്റു കുടിയേറ്റ വിസകൾ എന്നിവ നൽകുന്നതിൽ തടസ്സമുണ്ടായിരിക്കും. 26 രാജ്യങ്ങളാണ് മൂന്നാമത്തെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ബെലാറസ്, പാകിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങൾ 60 ദിവസത്തിനുള്ളിൽ യുഎസ് പറയുന്ന പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വിസ നൽകുന്നത് ഭാഗികമായി നിർത്തിവെക്കുന്നത് പരിഗണിക്കുമെന്നും ഭരണകൂടം പറഞ്ഞിരുന്നു. മൂന്നാമത്തെ വിഭാഗമായ യെല്ലോ ലിസ്റ്റിൽ 23ഓളം രാജ്യങ്ങളെ ഉൾപ്പെടുത്താനാണ് അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നടപടിക്ക് 60 ദിവസത്തെ സമയം യുഎസ് സർക്കാർ നൽകിയിട്ടുണ്ട്. ഏതാനും മാർഗനിർദ്ദേശങ്ങൾ കൂടി ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്താനും അമേരിക്ക ആലോചിക്കുന്നുണ്ട്. അങ്കോള, ആന്റിഗ്വ ആൻഡ് ബാർബുഡ, ബെനിൻ, ബുർക്കിന ഫാസോ, കംബോഡിയ, ഭൂട്ടാൻ, കാമറൂൺ, കേപ്പ് വെർഡെ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കോങ്കോ ഡൊമിനിക്ക, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാംബിയ, ലൈബീരിയ, മലാവി, മാലി, മൗറിറ്റാനിയ, സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, സെന്റ് ലൂസിയ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ, വാനുവാട്ടു, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ് യെല്ലോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണി കണക്കിലെടുത്താണ് ഈ രാജ്യങ്ങൾക്കെതിരായ നടപടികളെന്നാണ് യുഎസ് വ്യക്തമാക്കുന്നത്. നിലവിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ 3 വിഭാഗങ്ങളുടെയും പട്ടിക വൈകാതെ തന്നെ യുഎസ് ക്യാബിനറ്റ് അംഗീകരിച്ച ശേഷം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് അംഗീകരിച്ചിട്ടില്ലെന്നും യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടീമിൽ 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2018-ൽ സുപ്രീം കോടതി ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു. 2021-ൽ പ്രസിഡന്റ് ജോ ബൈഡനാണ് വിലക്ക് പിൻവലിച്ചത്. സുരക്ഷാ ഭീഷണികൾ കണ്ടെത്തുന്നതിനായി യുഎസിലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്നും 2ാം തവണ അധികാരമേറ്റതിനു ശേഷം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കുടിയേറ്റ നിയന്ത്രണ നടപടികളുടെ ഭാഗമാണ് നിലവിലെ പ്രഖ്യാപനങ്ങൾ എന്നാണ് വിലയിരുത്തൽ.